എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ്. ചകിരി വെച്ചിട്ടുള്ള 3 ഉപയോഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും 3 എണ്ണം മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ച് ചകിരി എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിച്ചി ഒന്ന് വിടർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ ആദ്യം. ഇപ്പോൾ ഞാൻ അതിനൊന്ന് ഒതുക്കിയിട്ട് ഒന്നിങ്ങനെ റൗണ്ടിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കട്ടിയുള്ള ഒരു നൂല് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ടാങ്കീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. കെട്ടിയിട്ട് ഞാൻ പിന്നെ ഇതൊന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ കോർത്ത് കെട്ടുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ അഴിഞ്ഞു പോവാതെ ഈ റൗണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഞാനത് നന്നായിട്ട് ഉറപ്പിച്ച് കെട്ടിക്കൊടുത്തു. ഇനി അതിൻ്റെ വല്ലാതെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ചകിരിയുടെ പീസുകളൊക്കെ ഒരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചെറിയൊരു നെറ്റിൻ്റെ പീസാണ്. ഞാനിതിപ്പോൾ ഒരു പഴയ കൊതുക് വലയുടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ നെറ്റിൻ്റെയൊക്കെ ഷാളുകൾ കാണില്ലേ പഴയത്, അതിൽ നിന്നൊരു ചെറിയ പീസ് എടുക്കുക. അതും ഇല്ലെങ്കിൽ ചെറിയ കോട്ടൺ തുണിയുടെ ഒരു പീസ് എടുക്കുക, നല്ല സോഫ്റ്റ് കോട്ടൻ്റെ നൈസായിട്ടുള്ളത്, അതിൽ നിന്നൊരു പീസ് എടുക്കുക. നമുക്ക് ഏകദേശം ഈ ഒരു റൗണ്ടിന് കണക്കാക്കിയിട്ട് സ്ക്വയർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത പീസ് ഫുള്ള് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒന്ന് ചുറ്റി കെട്ടിയെടുക്കുക. ഇപ്പോൾ ചകിരി വെച്ചിട്ടുള്ള നല്ലൊരു സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുളിക്കാനായാലും അതുപോലെ തന്നെ കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനായാലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഒറ്റ പൈസ പോലും ചിലവില്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വെറുതെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ ഹെൽത്തിയാണ് നമുക്ക് കുളിക്കുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ചകിരി വെച്ചിട്ട് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്തിരുന്നതല്ലേ. അപ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആദ്യം നമ്മൾ ചകിരീനെ ഇങ്ങനെ പതുക്കെ ഒന്ന് പിച്ചിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ചകിരിച്ചോറ് വരില്ലേ, അത് നമ്മൾ കളക്ട് ചെയ്യണം. നമുക്ക് സാധാരണ എന്നും ചകിരി എടുക്കുമ്പോൾ തേങ്ങ പൊളിക്കുന്ന സമയത്ത് ചകിരിച്ചോറ് താഴെ വീഴും. അതിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണതാണ്. എന്നിട്ട് കുറച്ച് ഇത് കളക്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് ഇത് മതി. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ വരയ്ക്കുന്ന ചോക്കില്ലേ, ടൈലേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ചോക്ക് വെച്ചിട്ട് ഒരു മരത്തിൻ്റെ പടം വരച്ചു കൊടുക്കുകയാണ്.
നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈവച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിപ്പോൾ പതുക്കെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ പശ തേക്കാത്ത ഭാഗത്തായിട്ടുള്ള ആ ഒരു കോക്കോ ബീറ്റൊക്കെ ഫുള്ളും താഴെ വീഴും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ ഒരു മരത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ കുറച്ചൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൈവച്ച് ശരിയാക്കി എടുത്താൽ മതി, കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 2 ഉപയോഗം കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് നോക്കാം. അത് ചെടികളെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം ഇതുപോലെ ചകിരി നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ചീന്തി പിച്ചി എടുക്കുക. അതിനുശേഷം നമുക്കത് സിസർ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലില്ലേ, അതുപോലത്തെ കുറച്ച് വലുതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മിക്സിയിൽ, പഴയ മിക്സിയൊക്കെ ഉള്ളവരാണെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. ഈ പീസുകൾ നമുക്ക് ചെടിയുടെ കടയ്ക്കൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ 2 ദിവസമൊക്കെ ചെടികൾക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയിൽ മുകൾ വശത്തായിട്ട് ഇങ്ങനെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നനച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ഈർപ്പം അവിടെ തന്നെ തങ്ങി നിൽക്കും. പിന്നെ ചെടികളുടെ കടയ്ക്കിലേക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റും കൊള്ളില്ലല്ലോ, അപ്പോൾ അങ്ങനെ വാടില്ല. ആ ഒരു ചകിരി വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. ചെടികൾ വാടാതെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് കോക്കോ പീറ്റ് ആക്കിയിട്ട് ഈ ചെടിയുടെ അടിഭാഗത്ത് ചെടിച്ചട്ടിയുടെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. കോക്കോ പീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ആദ്യം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ചകിരി മുഴുവനോടെ തന്നെ ആ ഒരു ചകിരിത്തോണ്ട് കറക്റ്റ് ഇങ്ങനെ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് വലിയ ചെടികളുടെയൊക്കെ കടയ്ക്കൽ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോഴും ആ കറിവേപ്പിനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല വെയിലുള്ള സമയത്തൊക്കെ അധികം വെയിൽ കടയ്ക്കലേക്ക് എത്താതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനിയപ്പോൾ വീടൊക്കെ അടച്ചിട്ട് ഒരു ദിവസമൊക്കെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. ഒരു ദിവസം പോലും നനയ്ക്കാതിരുന്നാൽ ചെടികൾ നന്നായിട്ട് വാടും. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെടികളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് ഗാർഡനിങ് ടിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റോസാ ചെടി നന്നായിട്ട് വളരാനും അതിന് വേണ്ടിയിട്ടുള്ള കീടനാശിനികൾ, അതുപോലെ തന്നെ കറിവേപ്പ് വളരാനുള്ള ഒരുപാട് ടിപ്സ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ പുതുതായിട്ടാണ് ഈ ചാനലിൽ വന്നിട്ടുള്ളതെങ്കിൽ ആ പണ്ടത്തെ വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് പറയുന്നത്. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ഇത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ പുതിയ ചാനലിലും ഞാനിപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ആ ചാനലും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ 3 കാര്യങ്ങളും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചകിരി വെച്ചിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആ കൊച്ചു ഐഡിയാസൊക്കെ ഞാൻ മറ്റൊരു അവസരത്തിൽ ഷെയർ ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മനോഹരമായ ഒരുപാട് ക്രാഫ്റ്റുകൾ നമുക്ക് ചകിരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും എനിക്ക് പറ്റില്ല എന്ന് കരുതിയിട്ട് മാറി നിൽക്കരുത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന് തീർച്ചയായും ഒരു ലൈക്ക് തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻസ് കിട്ടണില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. നോട്ടിഫിക്കേഷൻസ് വന്നില്ലെങ്കിലും നിങ്ങൾ ഈവനിങ്ങിലൊന്ന് നോക്കിയാൽ മതി. മിക്ക ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ മാസം കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അധികം വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് കുറച്ചൊക്കെ വിട്ടുപോയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.